ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈശോയുടെ ശിഷ്യത്വത്തിലേക്കുള്ള വിളി അല്ലെ. നമ്മളൊക്കെ ഈശോയുടെ ശിഷ്യന്മാരല്ലേ. അവൻ മകനാണ്, മകളാണ്. ഈ മകനും മകളും ശിഷ്യനും ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഈശോയുടെ പിന്നാലെ പോകണം. അത് തന്നെയാണ് ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ്? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. ഈശോയുടെ പിന്നാലെ ഞാൻ പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുന്നുണ്ട്, നീ കുരിശു വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. കുരിശില്ലാതെ നിനക്കൊരിക്കലും എൻ്റെ പിന്നാലെ വരാനായിട്ട് സാധിക്കത്തില്ല. നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ, എൻ്റെ മകനും മകളുമാണെങ്കിൽ ഈ കുരിശ് ഏറ്റെടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഈശോ എന്നോട് പറയുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യവും ഇത് തന്നെയല്ലേ, ഈ സഹനം. കുരിശുകൾ വേണ്ട. ഒരു സഹനവും ഇല്ലാതെ ഈശോയെ അനുഗമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയും. ഒന്ന് ഓർത്തോണം, സഹനമില്ല എങ്കിൽ ഞാൻ പോകുന്നത് ഈശോയുടെ പിന്നാലെയല്ല. സഹനം ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. ക്രൈസ്തവ ജീവിതത്തില് ക്രിസ്തുവിന്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത് എന്നതിന്റെ അടയാളമാണ് നമ്മുടെ ജീവിതത്തില് നമുക്ക് ലഭിക്കുന്ന ഓരോ സഹനങ്ങളും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് സഹനം ഉണ്ടാകുമ്പോൾ പരാതിയും പരിഭ്രമവും പറയാതെ അവയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. കാരണം സഹനം എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നതിന്റെ അടയാളമല്ല, മറിച്ച് ഞാൻ പോകുന്ന വഴി കറക്റ്റാണ് എന്നതിന്റെ അടയാളമാണ്. സഹനമില്ലാതെ പോകുമ്പോൾ ഒന്ന് ഓർത്തോണം, ഞാൻ പോകുന്ന വഴിയിൽ എവിടെ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. നേരായ വഴിയിലൂടെയല്ല ഞാൻ പോകുന്നത്, മറിച്ച് തെറ്റിന്റെ വഴിയിലൂടെയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈശോ പറയുന്നത്, കുരിശു വഹിച്ചാൽ മാത്രമേ നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സഹനങ്ങളിൽ പരാതിയും പരിഭ്രമവും പറയാതെ അവ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട്, ഓരോ സഹനങ്ങളിലും ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുവാനായിട്ട്, ധൈര്യത്തോടുകൂടി ഈ സഹനങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവന്റെ മകനായിട്ട്, മകളായിട്ട്, അവന്റെ ശിഷ്യനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.